പശ്ചാത്തല സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി കോളയാട് പഞ്ചായത്ത് 2025-26 വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ബജറ്റ് അവതരിപ്പിച്ചു. കോളയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി അധ്യക്ഷയായി. 26,19,63,926 രൂപ വരവും 25,62,42,47,000 രൂപ ചിലവും 57,16,926 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ അവതരിപ്പിച്ചത്. ഇത് ഈ ഭരണസമിതി എല്ലാ വർഷവും ഏകദേശം 600 കുടുംബങ്ങളിൽ നടത്തിയ കോഴി വിതരണം നമ്മുടെ പഞ്ചായത്തിലെ മുട്ടയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉൽപ്പാദന മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾ ഈ പഞ്ചായത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കൂടുതൽ വനമേഖല അതിർത്തി ഉള്ള പ്രദേശങ്ങളുള്ള പഞ്ചായത്താണ് നമ്മുടെ കോളയാട് ഗ്രാമപഞ്ചായത്ത്. അതിർത്തി പ്രദേശങ്ങളിൽ ഫെൻസിംഗ് പോലുള്ള വലിയ പദ്ധതികൾ നബാർഡിന്റെ സഹായത്തോടുകൂടി നടത്തുന്നതിന് വേണ്ടി ശ്രമം പഞ്ചായത്ത് ഈ വർഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉൽപാദന മേഖലയിൽ നമുക്ക് കിട്ടാവേണ്ട, നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിനകത്ത് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി 1,74,00,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ ഉണർവേകുന്നതിനും കർഷകരെ ഈ മേഖലയിൽ നിലനിർത്തുന്നതിനുമായി 60 ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിയുടെ വീട് പൂർത്തീകരണത്തിന് PMAY-യുടെ വിഹിതം കൂടി ലഭ്യമാക്കി 96 ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ വിവിധ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കാനും പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും നിലവിൽ തകരാറിലായ ബൾബ് മാറ്റിവെക്കുന്നതിനുമായി 29 ലക്ഷം രൂപയും പാലിയേറ്റീവ് പരിചരണത്തിനും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായമടക്കം 16,05,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മൃഗസംരക്ഷണം, സാമൂഹിക നീതി ഉറപ്പാക്കൽ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജനം, കലാകായികം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. കോളയാട് പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവളത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.